നമസ്കാരം. ലിയോ ടോൾസ്റ്റോയുടെ നോവലിൽ പറയുന്നത് പോലെ യുദ്ധവും സമാധാനവും ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. സമാധാനത്തിനായി വെള്ളരിപ്രാവുകളെ എപ്പോഴും നാം സ്വപ്നം കാണുന്നു. പക്ഷേ സംഭവിക്കുന്നതാകട്ടെ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരെയാണ്. വാർത്തയിലേക്ക്. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് അഭ്യൂഹങ്ങളും സൂചനകളും ഒക്കെ റേറ്റിംഗ് ഉയർത്താനുള്ള ഉപാധികളാക്കി മലയാള മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഭീതി വാരി വിതറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ട്, ഉറഞ്ഞു തുള്ളിക്കൊണ്ട്, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ തഞ്ചത്തിലും താളത്തിലും പ്രാസം ഒപ്പിച്ച് ഒരു ക്രിക്കറ്റ് മാച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഇലക്ഷന്റെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മാധ്യമപ്രവർത്തകർ ഈ കച്ചവടം പൊടിക്കുകയാണ്. എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത് എന്നറിയാൻ ജനങ്ങൾ മുഴുവൻ മാധ്യമങ്ങളുടെ മുന്നിലാണെന്ന് അവർക്ക് നന്നായി അറിയാം. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് വസ്തുതയാണ്. ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന പല വാർത്തകളും വികസിപ്പിച്ചെടുത്ത് അതിൽ പൊട്ടും പൊടിയുമൊക്കെ ചേർത്ത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഒക്കെ കിട്ടുന്ന സ്ഥിരീകരിക്കാത്ത പല വീഡിയോകളൊക്കെ ഉയർത്തി കാണിച്ചാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ AC റൂമിലിരുന്ന് ഇന്ത്യൻ ആർമി ചമയുന്നത് എന്നതാണ് സത്യം. സത്യത്തിൽ ഒരു രാത്രി മുഴുവൻ ഇവർ പറഞ്ഞത് പെരുന്നുണയായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോഴാണ്. അപ്പോ ഇങ്ങനെയല്ലല്ലോ ഇന്നലെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത് എന്ന് നമ്മൾ പറയുമ്പോൾ വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ പറയും: ആരും വ്യാജ വാർത്തയിൽ പോയി വീഴരുതെന്ന്. ഇന്ത്യൻ സൈന്യം കറാച്ചി തുറമുഖം ആക്രമിച്ചുവെന്ന് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോഴും പാക് മിസൈലുകളെ ഇന്ത്യ നിർവീര്യമാക്കിയതിന്റെ ദൃശ്യങ്ങൾ എന്ന മട്ടിൽ 24 ന്യൂസ് പ്രചരിപ്പിച്ചപ്പോഴും, ഒരു വീഡിയോ പ്രചരിപ്പിച്ചപ്പോഴും ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചിരിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ട് പോലെ റിപ്പോർട്ടർ ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴും അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചവരാകും പലരും. പതിയെ അതൊക്കെ വ്യാജ വാർത്തകളായിരുന്നുവെന്ന് പുറത്തു വന്നപ്പോൾ മലയാള മാധ്യമങ്ങളെ വിട്ട് ജനം ദേശീയ മാധ്യമങ്ങളിൽ അഭയം തേടിയ കാഴ്ചയും നമ്മൾ കണ്ടു. പാഷാണത്തിൽ കൃമി എന്നൊക്കെ പറയുന്നത് പോലെ അർണാബിനെ പോലുള്ള ചിലരെയൊക്കെ ഒഴിവാക്കിയാൽ NDTV, BBC, ANI പോലുള്ള മാധ്യമങ്ങൾ ഔദ്യോഗികമായി വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്ത് ഒരു യുദ്ധ സമയത്ത് എങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് മലയാള മാധ്യമങ്ങളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സംഘർഷത്തെ സംബന്ധിച്ച പുതിയൊരു വാർത്ത പങ്കുവെക്കുവാനുണ്ടെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം ഇങ്ങനെയാണ്: അത് നമ്മുടെ മാധ്യമങ്ങളും കണ്ടു പഠിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് 2-3 വിവരങ്ങൾ കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടി ലഭിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മാധ്യമങ്ങളാകട്ടെ സൂചന, അഭ്യൂഹം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പാനിക്കാക്കും. ഏതൊക്കെ ആയുധങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാനെ ഇന്ത്യ നേരിട്ടിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങളാണ് ഇന്ത്യയുടെ പക്കലിൽ ഉള്ളത്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇതൊക്കെയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇത്രയും വലിയ രീതിയിൽ സംഘർഷം ഉടലെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, സംഘർഷഭരിതമായ ഈ സമയത്ത് റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ടെലികാസ്റ്റ് ചെയ്യുന്ന വാർത്തകളെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതാണ് മലയാള മാധ്യമവും ദേശീയ മാധ്യമവും തമ്മിലുള്ള പ്രത്യേകത. കാരണം എന്താണ്? അത്തരം വാർത്തകൾ എതിരാളികൾക്ക് നമ്മുടെ മൂവ്മെന്റ്, നമ്മുടെ പല രീതിയിലുള്ള നീക്കങ്ങൾ അറിയാൻ അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഡിഫൻസ് പോലും പറയുന്നു ഇത്തരം വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യരുതെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശ്രീകണ്ഠന്മാരും അരുൺമാരും സുജയമാരും അവരുടെ ചാനലിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതൊക്കെ വിറ്റ് TRP റേറ്റിംഗ് ഉയർത്താനുള്ള ഓട്ടത്തിലാണ്. രജൌറിയിൽ മനോരമ ന്യൂസിന്റെ തത്സമയ റിപ്പോർട്ടിങ്ങിനിടെ ഷെല്ലാക്രമണം നടക്കുകയാണ്. ഇത് രാവിലെ കണ്ട വാർത്തയാണ്. വാർത്ത വീഡിയോ സഹിതം കാണുകയാണ്. സത്യത്തിൽ അത് കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്: ഈ ഒരു സംഘർഷത്തിന്റെ തീവ്രതയും ഗൗരവവും ഇവർക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കാണുന്നില്ല? അവിടെ നടക്കുന്നത് പൂരമല്ലെന്നും കുംഭമേളയല്ലെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ സൈന്യത്തിന്റെ നിർദ്ദേശം കർശനമായി പാലിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതും. റിപ്പോർട്ടർമാരെ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റോ ഹെൽമറ്റോ ഇല്ലാതെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞുവിട്ട് ലൈവ് റിപ്പോർട്ടിംഗ് എടുപ്പിച്ച് ചാനൽ മുറിയിലെ AC റൂമിലിരുന്ന് വിമാനത്താവളം അടപ്പിച്ചിടുകയും തുറപ്പിക്കുകയും ആയുധശേഖരത്തിന്റെ എണ്ണം എടുപ്പിക്കുകയും ചെയ്യുന്ന ചാനൽ ആങ്കർമാരും മുതലാളിമാരും ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും കാണാനാവുക. മാധ്യമങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്:
എം മുകുന്ദൻ പറയുന്നുണ്ട്, യുദ്ധം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. കിടപ്പാടം നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ കൈകളിൽ വാരിയെടുത്ത് പെട്ടിയും പ്രമാണവുമായി ബോട്ടുകളിലും ട്രെയിനുകളിലും നമ്മൾ കയറി എങ്ങും പോയിട്ടില്ല. നമ്മുടെ കൈക്കുഞ്ഞുങ്ങൾ ഐലാൻഡ് കുർദിയെ പോലെ നടുകടലിൽ വീണ് മുങ്ങി മരിച്ചിട്ടില്ല. മറ്റു രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾ നടുകടലിൽ വീണു മരിക്കുമ്പോൾ നമ്മൾ സന്ധ്യ കഴിഞ്ഞാൽ വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം ഇരുന്ന് ടിവിയിൽ പാട്ടും കൂത്തും കോമഡി ഷോയും കണ്ട് രസിക്കുന്നു. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മളല്ലേ. ഇനി ഇന്നലെ സത്യത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നടന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് റിയാലിറ്റി ഒന്ന് നോക്കാം. ഇന്ത്യൻ സേന ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഫത്ത മിസൈൽ ഉപയോഗിച്ചെന്ന് സ്ഥിരീകരിക്കുന്നു. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഡ്രോണുകളും ദീർഘദൂര ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് പ്രകോപനം തുടരുന്നുവെന്നും ജനവാസ കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം ശ്രീനഗർ മുതൽ നലിയ വരെയുള്ള 26 സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമം നടത്തി. ഇവയെ ഇന്ത്യൻ സൈന്യം പ്രതിരോധിച്ചു വിജയകരമായി എന്നാണ് പറയുന്നത്. എങ്കിലും ഉധംപൂർ, പഠാൻകോട്ട്, ആദംപൂർ, ഭുജ് എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങളിൽ നേരിയ നാശനഷ്ടങ്ങളും സൈനികർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. പഞ്ചാബിലെ വിവിധ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ട് അതിവേഗ മിസൈൽ ആക്രമണങ്ങളും പാകിസ്ഥാൻ നടത്തി. ശ്രീനഗറിലെയും അവന്തിപ്പോരയിലെയും ഉധംപൂരിലെയും വ്യോമ താവളങ്ങൾക്ക് സമീപമുള്ള മെഡിക്കൽ സെന്ററിലും ഒപ്പം സ്കൂളുകളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്ന പാക് രീതി ഭീരുത്വമാണെന്ന് അവർ പറയുന്നു. തിരിച്ചടി എന്നോണം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നിയന്ത്രിതവും കൃത്യവുമായി ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുണ്ട്. റഫീഖി, മുറീദ്, ചക്ലാല, റഹീംയാർ, സുക്കൂർ എന്നിവിടങ്ങളിൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് എയർ ലോഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. പസ്രൂർ, സിയാൻകോട്ട് എന്നിവിടങ്ങളിലെ റഡാർ സ്റ്റേഷനുകളിലും ഇന്ത്യ ആക്രമണം നടത്തി. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണെന്നും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു കാഴ്ച കാണാനിടയായി. ആദംപൂരിലെ ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനവും സൂറത്ത് ഘട്ടിലെയും സിർസയിലെയും എയർഫീൽഡുകളും നഗ്രോട്ടയിലെ ബ്രഹ്മോസ് ബേസ്, ഛത്തീസ്ഗഡ് ഫോർവേഡ് അമ്യൂണിഷൻ ഡിപ്പോ എന്നിവിടങ്ങളൊക്കെ തകർത്തുവെന്ന് പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിലും ഷെല്ലിങ്ങിലും ഏതാനും സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും ജനവാസ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായതായിട്ടും നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുപ്വാര, പൂഞ്ച്, ബാരാമുള്ള, രജൌറി, അക്നൂർ സെക്ടറുകളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഇതിൽ ഇന്ത്യൻ സൈന്യം നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്ത ഔദ്യോഗികമായിട്ട് അവർ പറയുന്നു. സംഘർഷം അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവില്ല. എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് പ്രകോപനം ഉണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യം സജ്ജമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് സത്യത്തിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ 24 മണിക്കൂർ ഇങ്ങനെ അടിച്ചടിച്ച് ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പാനിക്കാക്കിക്കൊണ്ട് ഇവർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് സൈന്യത്തിൽ വിശ്വസിക്കാം, ഇവർ പറയുന്നതിൽ മാത്രം വിശ്വാസം അർപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് അന്തിമ വിജയം അത് നമുക്കായിരിക്കുമെന്ന് അറിയാം. എന്നാലും നമുക്ക് ആ വിജയത്തിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം. വ്യാജ വാർത്തകളെ നമുക്ക് ഒരുമിച്ച് തടയാം. എല്ലാ ദുരന്തങ്ങളെയും നമുക്ക് അതിജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദ്.